ഹലോ ബഡീസ്. അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ചാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് എനിക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലുമൊക്കെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ മീൻ വളർത്തലെന്ന് പറഞ്ഞാൽ. ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. കൊച്ചു പിള്ളേർ തൊട്ട് വലിയ ആൾക്കാരുൾപ്പെടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഈ മീൻ വളർത്തൽ പരിപാടി. അപ്പം നമുക്കും ഉണ്ട് കുഞ്ഞു കുഞ്ഞു ഗപ്പികൾ. അപ്പം എനിക്കും ഉണ്ട് കുഞ്ഞു കുഞ്ഞു ഗപ്പികൾ. പണ്ട് തൊട്ടേ തുടങ്ങിയതാണ്. ആദ്യം ഒരു 6, 7, 8 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ വളർത്തി. അന്ന് ആ സമയത്ത് ഈ കുഞ്ഞു ഗോൾഡ് ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വളർത്തുമായിരുന്നു. പിന്നെ ഗപ്പിയായി, പിന്നെ പല 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 ടൈപ്പ് ഫിഷുകളുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് വെച്ച് എല്ലാം മരിച്ചുപോയി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും എൻ്റെ ചേച്ചി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കുറച്ച് മീനൊക്കെ മേടിച്ച്. അപ്പം ഇങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അതിലൊട്ടും മിക്ക എണ്ണവും ഗർഭിണിയായിരുന്നു. അങ്ങനെ ഞങ്ങളതിനെ മാറ്റിയിട്ടിട്ട് ഇപ്പം അവരുടെ കുട്ടികളുണ്ടായി. അപ്പോൾ കുട്ടികളുണ്ടായപ്പോഴത്തേക്ക് അവരെ വലിയൊരു ടാങ്കിലേക്ക് മാറ്റണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ആ ടാങ്ക് വൃത്തിയാക്കിയിട്ട് ആ ടാങ്കിലേക്ക് മാറ്റുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ കോളേജിൽ പോയിട്ടില്ല. കാരണം എനിക്ക് ജലദോഷവും പനിയും തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഞാൻ കോളേജിൽ പോയിട്ടില്ല. പക്ഷേ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചാൽ പറയും ഞാൻ കള്ളമടിച്ച് നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് സത്യത്തിൽ വയ്യ. സോ നമ്മൾ കോളേജിൽ പോയിട്ടില്ല. കോളേജിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം ഞാൻ നാളെയൊക്കെ ചെയ്യാതിരുന്ന പ്രശ്നമാവും. എനിക്ക് വെറുതെ എന്തിനാണ് സമയം കളയണം. അത് മാത്രമല്ല, ദേഹം അധികം അനങ്ങണ പരിപാടിയൊന്നുമല്ല. ചെറുതായിട്ട് ടാങ്ക് വൃത്തിയാക്കിയിട്ട് ഈ മീനെയൊക്കെ പിടിച്ച് അതിലേക്കിടാം. അപ്പോൾ ഇതിഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ച് എങ്കിൽ അതൊരു വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഫിഷ് ടാങ്കിൽ നിന്ന് നമ്മൾക്ക് കുഞ്ഞു മീനെയൊക്കെ ഞാൻ ഒരു ബക്കറ്റിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. ബക്കറ്റിൽ നിന്ന് കുഞ്ഞു മീനെയൊക്കെ പിടിച്ച് ഫിഷ് ടാങ്കിലേക്ക് ഇടാം. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വലിയ മീനെ കൊച്ചു മീനെയൊക്കെ കാണിച്ചു തരാം. സോ നമുക്ക് മീനെ പിടിച്ചിടാം. ഓക്കെ, ഞാൻ ഇങ്ങനെ ടാങ്ക് വൃത്തിയാക്കാൻ നിങ്ങളെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയപ്പോഴത്തേക്കുമാണ് അവിടെ അമ്മ മോട്ടർ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ മോട്ടറിനാണെങ്കിൽ കട്ട 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 കട്ടാ സൗണ്ടാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ പറയുന്നതോ ഒന്നും നിങ്ങൾക്ക് കേൾക്കത്തില്ല. അതുമാത്രമല്ല, നിങ്ങൾക്കൊരു സുഖം കാണത്തില്ല വീഡിയോ കാണാൻ. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ച് ഇനിയിപ്പം അമ്മ മോട്ടറൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കാമെന്ന്. അപ്പം കാണാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. കാരണം മറ്റേ ഉടുപ്പ് അഴുക്ക് പറ്റിയാൽ നല്ലപോലെ അറിയാൻ പറ്റുക. ഈ ഉടുപ്പിൽ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഫിഷ് ടാങ്കാണ് വൃത്തിയാക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഫിഷ് ടാങ്കിൻ്റെ പൊക്കം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഫിഷ് ടാങ്ക് നമുക്ക് വൃത്തിയാക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വൃത്തിയാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കണം. വൃത്തിയാക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പോഞ്ച്, 1 കപ്പ് വെള്ളം, പിന്നെ ഒരു എന്തെങ്കിലും ലിക്വിഡ് എടുത്തിട്ട് നമുക്ക് വൃത്തിയാക്കാം. നമുക്കിതിൽ കുറച്ച് അപ്പം നമുക്ക് ഇതെവിടെയാണ് വയ്ക്കാനുള്ളതെന്ന് അറിയത്തില്ല. അപ്പോൾ എവിടെയാണ് വയ്ക്കാനുള്ള അവിടെ വെച്ചിട്ട് നമുക്ക് കഴുകുമ്പോഴത്തേക്കും അത് അവിടെ തന്നെ വെള്ളം ഒഴിച്ച് വയ്ക്കാമല്ലോ. പിന്നെ എടുത്തുകൊണ്ട് നടക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചേച്ചിയെ വിളിച്ച് ചോദിക്കാം ഇതെവിടെയാണ് വയ്ക്കുന്നത്. കാരണം അവളാണ് ഇതിൻ്റെ മാനേജർ. ഗീതു നോട്ട് മോർജിയോ. ഹലോ കുട്ടാ. യെസ്, പറയൂ. ഈ ഫിഷ് ടാങ്ക് കഴുകിയിട്ട് എവിടെയാണ് വെക്കാനുള്ളത്? അവിടെ ഒരു ഫിഷ് ടാങ്ക് ഇരിപ്പുണ്ട്. അത് ഒട്ടിക്കാനുള്ളതാണ്. അത് മാറ്റിയിട്ട് അവിടെ വെച്ചാൽ അതിൽ വെള്ളം ഒഴിക്കാനൊന്നും കുഴപ്പമില്ലല്ലോ. ഇല്ല. അപ്പൊ അവിടെ വെച്ചാൽ ഓക്കെ. പക്ഷെ വെയില് തട്ടൂലല്ലേ? അപ്പൊ എന്ത് ചെയ്യും? എന്തോ. ഓക്കെ.
ഓക്കെ, നമ്മുടെ പ്ലേസ് എത്തി. നമുക്ക് അവിടെയാണ് വയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് അവിടെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇനി ഇത് ഷട്ടപ്പ്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്കിത് മൊത്തത്തിൽ കഴുകിയെടുക്കത്തില്ല, ഇവിടെ മൊത്തം തൊളിയാവും. അപ്പോൾ നമുക്ക് വെളിയിൽ കൊണ്ടുവച്ച് കഴിയാം. ഓക്കെ ഗൈസ്, ഞാൻ സംഭവം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെളിയിൽ കൊണ്ടുപോകാം. ഗൈസ്, അമ്മൂമ്മേരുടെ അടുത്ത് ചോദിച്ചിട്ട് അമ്മൂമ്മ എനിക്ക് സ്ഥലം തരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ വീട്ടിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പുണ്ട്, അവിടെ വന്നിരുന്നിട്ട് കഴുകാം. ഇവിടെ കഴുകാനായിട്ട് ഓസുണ്ട്, ഓസൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്താണ് ഫിഷ് ടാങ്ക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റണം. അപ്പോൾ നമുക്കെടുത്ത് മാറ്റാം. ഞാൻ ഇത്ര സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒന്നില്ലെങ്കിൽ തെർമോൾ പീസ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസ്, ഒന്നില്ലെങ്കിൽ തെർമോകോൾ ഒന്നില്ലെങ്കിൽ തെർമോകോൾ പീസ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസ് വെക്കണം. ഞാൻ വെക്കണം കാർഡ്ബോർഡാണേ. ഇങ്ങനെ കയറ്റി വെച്ചു കൊടുക്കാം. അതിൽ ബെഡ്ഷീറ്റ് ഇടണം. അപ്പം ബെഡ്ഷീറ്റ് എവിടെയാണ് നമുക്ക് അറിഞ്ഞൂടാ. അപ്പം നമുക്ക് ചേച്ചി വിളിച്ച് ചോദിക്കാം. നമുക്ക് ബെഡ്ഷീറ്റ് ഒന്നും വേണ്ട ഗൈസ്, കാർട്ടൂൺ മതി. അപ്പം നമുക്ക് കാർട്ടൂൺ തന്നെ വെക്കാം. ഇനി ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്രയെങ്കിലും വെള്ളം ഒഴിക്കണം. അപ്പം ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വരാം. ഓക്കെ ഗൈസ്, ഇത് ഫസ്റ്റ് ബക്കറ്റിലെ വെള്ളമാണ്. ഇത് നമുക്ക് ഫിഷ് ടാങ്കിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഇനി നമുക്ക് രണ്ടാമത്തെ ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വരാം. ഓക്കെ, ഇത് സെക്കൻഡ് ബക്കറ്റ്. ഇനി നമുക്ക് തേർഡ് ബക്കറ്റ് എടുക്കാം. ഇതിന്റെ ഇടയിൽ കൂടി തന്നെ നമുക്ക് കുറച്ച് തണ്ണി മൊത്തം തിന്നാം. ചൂടല്ലേ. സോ ഗൈസ്, ഇത് തേർഡ് ബക്കറ്റ്. ഗൈസ്, ഇപ്പോൾ ഞാൻ 3 ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തേ. ഇനി അടുത്ത 4ാമത്തെ ബക്കറ്റ് വെള്ളത്തിന് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഇപ്പോൾ തന്നെ ഇത്രയും ഫില്ലായി. ഇനി 4ാമത്തെ ബക്കറ്റ് വെള്ളം ഫുൾ വേണ്ടി വരത്തില്ല. അപ്പം നമുക്ക് ഒരു ഹാഫ് ബക്കറ്റ് എടുത്തുകൊണ്ട് വരാം. ഓക്കെ ഗൈസ്, ഇതിപ്പോൾ 4th ബക്കറ്റ് വാട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഞാനിപ്പോൾ ഹാഫ് എടുത്തിട്ടുള്ളൂ, അത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഞാനപ്പം 1/2 ബക്കറ്റ് വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ തന്നെ ഇത്രയായി. നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണം, അത് നോക്കാം. പിന്നെ അതിൻ്റെ pH കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ബക്കറ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് pH നോക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഇത്രയാണ്. ഇതിൽ നമുക്ക് pH എത്രയാണ് നമുക്ക് കളർ അനുസരിച്ച് നോക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലൊരു 7-8 വരെ വരാവും, കണ്ടോ. അപ്പോൾ അത്ര ബ്ലൂവേ ആവാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കണേന്ന് കാണിച്ചില്ല. അപ്പോൾ ആദ്യം നമുക്കിതിൽ കുറച്ച് വെള്ളം എടുക്കാം. ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ പാതി ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. പാതി ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി
യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ആണ്. ഇതെടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ഡ്രോപ്സ് വേണ്ട, ഇതിലിപ്പോൾ ഒരു 7 ആ റേഞ്ചിലാണ് ഇതിപ്പം കാണിക്കുന്നത്. ഇതിപ്പം നേരിട്ടാണ് വേറൊരു കളറാണ്, നിങ്ങൾക്ക് ബ്ലൂ ആയിട്ടാണ് കാണുന്നത്, പക്ഷെ ഇതൊരു ഗ്രീൻ കളറാണ്. അപ്പം ഒരു 6-7, അപ്പം കുഴപ്പമില്ല ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് അപ്പം ബദാം ലീഫ് ആഡ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു pH മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ്. അപ്പോൾ നമുക്ക് ബദാം ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഓക്കെ, 2 ബദാമിൽ എടുത്തിട്ടുണ്ട്, അതിന് 2 ഇട്ടോട്ടെ. അപ്പം ഇത് സത്യത്തിൽ ഇങ്ങനെ ഇട്ട് നല്ല ബ്രൗൺ കളറായ വെള്ളത്തിൽ വേണം മീൻ ഇടാനുള്ളത്. പക്ഷേ എനിക്കിപ്പം ചേഞ്ച് ചെയ്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം എവിടെയാണ് കുഞ്ഞുങ്ങൾ കിടക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ഈ ഒരു മൂലയ്ക്കാണ്. ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇടണം. അപ്പം ഇവിടെ നിന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ എടുക്കാം. ഇതാണ് കുഞ്ഞുങ്ങൾ. അപ്പം ഇതിന് നമുക്ക് ഓരോന്നിനെ എണ്ണി എടുക്കാമേ. ഇതാദ്യത്തെ കുഞ്ഞ്. അതിനെ പെട്ടെന്ന് തന്നെ ഇടാം. ഓടിപ്പോയി. ഇനി അടുത്ത കുഞ്ഞിനെ പിടിക്കാം. ഇനി ഇതേപോലെ നമുക്ക് എല്ലാ കുഞ്ഞിനെയും പിടിച്ചിടാമേ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ 20 കുട്ടികളെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 20 കുട്ടികളുണ്ട്. കണ്ടോ, കുഞ്ഞുകുഞ്ഞ ഓടുന്നുണ്ട്. ഇതാണ് ഗൈസ് അവരുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മമാരെ കൊണ്ടിട്ടില്ല. എന്താ, ഇത് ഒരു ഫീമെയിലാണ്, ഈ റെഡിൻ്റെ ഫീമെയിലാണ്. ഇവരെല്ലാവരും ഒരുമിച്ചാണ് കിടക്കുന്നത്. ഇത് വേറെ, ഇതിൻ്റെ പേരാണ് 7 കളർ. അമ്മമാരിങ്ങനെ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഒന്നായിട്ടിട്ടേക്കാണ്. കാരണം ഇവർ ചിലപ്പം ഇവരെ ഞാൻ ഒരു പാത്രത്തിനകത്ത് തന്നെ വേറൊന്ന് വെച്ചിട്ടാണ് ഇട്ടേക്കണേ. ഇതിങ്ങനെ നെറ്റ് കണക്ക്, ഈ പാത്രം ഇങ്ങനെ നെറ്റ് കണക്കുള്ളതാണ്. അപ്പം ഇതിൽ കുട്ടിയൊക്കെ ജനിച്ചിട്ട് അമ്മയുടെ നിന്ന് എസ്കേപ്പ് ആവാം, ഇല്ലെങ്കിൽ അമ്മ പിടിച്ച് തിന്നും. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവരെയും ചെയ്തേക്കുന്നത്. ഈ ഒരു വലിയ ബ്ലാക്ക് പാത്രത്തിനകത്ത് ഉണ്ട് ഇതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. അതെടുത്ത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇവർ ഒന്നും പ്രസവിച്ചില്ല, ഇവരെ കുഞ്ഞുങ്ങളാണെന്നാണ് നിഗമനം. കാരണം ഇവർ രണ്ടുപേരും ഇത്രയും നാൾ ഒരുമിച്ചാണ് കിടന്നിരുന്നത്. ഇന്നലെയാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ മീനിനെയൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ സ്റ്റേ healthy.